വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം മൗലിക അവകാശം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ ഉൾപ്പെട്ടിരുന്ന പ്രധാന ആശയമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം. ഉത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി. നിയമവാഴ്ച അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നതിനെ അടിസ്ഥാനമായ ഭരണഘടന. ഉത്തരം ബ്രിട്ടീഷ് ഭരണഘടന. 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? ഉത്തരം പാർലമെന്റ്. ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം ആണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിനെ ചുമതലപ്പെടുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമുള്ളത്? ഉത്തരം 249. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം 51A. ഭരണഘടനയിലെ സുവർണ ത്രികോണം എന്ന വിശേഷണമുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം അനുച്ഛേദം 14, അനുച്ഛേദം 19, അനുച്ഛേദം 21. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യ വിളിയോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 17. സ്ത്രീകളോട് മാന്യമായി പെരുമാറുകയും അവരുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ? ഉത്തരം 51A. ഭരണഘടനയിൽ സ്ഥാപിക്കാനുള്ള സംഘടനകൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശം എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 19(1)(c). സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 39D. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിളിക്കപ്പെടുന്ന അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 21. ഈ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഭരണഘടനാ ശില്പി BR അംബേദ്കർ ഇപ്രകാരം വിശേഷിപ്പിച്ച അനുച്ഛേദം ഏതാണ്? ഉത്തരം അനുച്ഛേദം 32. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിനെക്കുറിച്ചുള്ള മൗലിക അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം 21A.
ഭരണഘടനയുടെ അനുച്ഛേദം 24 നിരോധിക്കുന്നത് എന്താണ്? ഉത്തരം ബാലവേല. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 395. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലും തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് ഭരണഘടന അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം അനുച്ഛേദം 27. ലിസ്റ്റുകൾ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം അനുച്ഛേദം 246. എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 50. ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനവും ഉദ്യോഗസ്ഥ വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം അനുച്ഛേദം 217. ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും ആരാധനകളും നടപ്പാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം അനുച്ഛേദം 28. ഭരണഘടനയുടെ ഭാഗം 13 പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം അനുച്ഛേദം 301 മുതൽ അനുച്ഛേദം 307 വരെ. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ്? ഉത്തരം അനുച്ഛേദം 343. രാജ്യാന്തര സമാധാനം, സുരക്ഷ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം അനുച്ഛേദം 51. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ചുവടെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം അനുച്ഛേദം 25 മുതൽ 28 വരെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ 86-ാം ഭേദഗതി എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്? ഉത്തരം 93. തൊഴിൽ, വിദ്യാഭ്യാസം, പൊതുസഹായം എന്നിവയ്ക്കുള്ള അവകാശം ഉറപ്പാക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ? ഉത്തരം ആർട്ടിക്കിൾ 41. അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാ മൗലിക അവകാശങ്ങളെയോ ഏതെങ്കിലും മൗലിക അവകാശങ്ങളെയോ റദ്ദാക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഉത്തരം 359. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന മൗലിക കടമ ഏതാണ്? ഉത്തരം 51A. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം അനുച്ഛേദം 21. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം അനുച്ഛേദം 21A. നിലവിൽ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം? ഉത്തരം അനുച്ഛേദം 300A.
നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന ഭരണഘടന അനുച്ഛേദം. ഉത്തരം അനുച്ഛേദം 22. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് PSC യെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഭാഗം 14. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം 11-ാം ഭാഗം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം? ഉത്തരം ഭാഗം 3. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം? ഉത്തരം 18. ഭരണഘടനയിൽ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ഉത്തരം 54. ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഭാഗം 4A. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഭാഗം 3. പഞ്ചായത്തുകളുടെ അധികാരവും കടമകളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പട്ടിക ഏതാണ്? ഉത്തരം 11-ാം പട്ടിക. 73-ാം ഭേദഗതി അനുസരിച്ച് പഞ്ചായത്തിലെ എല്ലാ സീറ്റുകളിലേക്കും നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിനും പട്ടികജാതി പട്ടികവർഗ സംവരണത്തിനുമുള്ള ആകെ സീറ്റുകളിൽ എത്ര ഭാഗം സ്ത്രീകൾക്കായി മാറ്റിവെക്കണമെന്നാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം 1/3 ഭാഗം. ദേശീയ പ്രാധാന്യവും ചരിത്രപരമായ മൂല്യവുമുള്ള എല്ലാ സ്മാരകങ്ങളും സംരക്ഷിക്കണം എന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ 20-ാം വകുപ്പ് അനുസരിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം 44-ാം ഭരണഘടനാ ഭേദഗതി. ആമുഖം ഭേദഗതി ചെയ്യുന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി.